പോകുന്നു. കെ യു ജിനീഷ് കുമാർ, ഇപ്പോൾ ഇവിടെ ഉയർന്ന രണ്ട് പ്രസക്തമായ ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഭക്തജനങ്ങളെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. 3 ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ അവസാനത്തെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. ആ ചോദ്യം, ഈ ഭരണത്തിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷം ഒരു 7 മാസം 8 മാസം ബാക്കി നിൽക്കുമ്പോഴാണോ ഈ ശബരിമലയിലെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് വീണ്ടും വിചാരമുണ്ടാവുകയും ഇങ്ങനൊരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ വേണ്ടി 3500 പേരെ ക്ഷണിച്ച് ഒരു ദിവസം വലിയ പന്തലിട്ട് 7 കോടി മുടക്കുകയും ചെയ്യുന്നത്? എന്താണ് ഇതിലെ ഒരു പ്രസക്തമായ ചോദ്യം? കെ സി വേണുഗോപാൽ പറയുന്നു ഇത് രാഷ്ട്രീയ കാപട്യമാണ്. വി ഡി സതീശൻ പറയുന്നു ഇത് സ്വർണം അടിച്ചുകൊണ്ട് പോയതിൻ്റെ പാപഭാരത്താലാണ് എന്ന് പറയുന്നു. ഇത് ജനങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിക്കാതെ മുഖ്യമന്ത്രി ഇത് നടത്തിയിട്ട് ഒരു കാര്യവുമില്ല, രാഷ്ട്രീയ ആത്മാർത്ഥതയില്ല എന്ന് പറയുന്നു. എന്താണ് പ്രതികരണം? കെ യു ജിനീഷ് കുമാർ. തുടക്കം മുതൽ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കോൺഗ്രസും BJPയും ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ അവർ പഠിച്ച പണിയെല്ലാം നോക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തി. അതുമാത്രമല്ല, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അടക്കം പോയി തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ അതിനെ തടയാൻ വേണ്ടി പരിശ്രമിച്ചു. അവസാനം ഭക്തജനങ്ങളുടെ വലിയ പിന്തുണയോടുകൂടിയാണ് നാളെ മഹാചരിത്രത്തിന് പമ്പാതീരത്ത് തുടക്കമാവുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള പിന്തുണയോടുകൂടിയാണ് നാളെ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. വലിയ നിലയിലുള്ള പ്രചരണം, തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം തുടക്കം മുതൽ തന്നെ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ വലിയ നിലയിലുള്ള പ്രചരണമായിരുന്നു ഇതിനെതിരെ സംഘടിപ്പിച്ചത്. തുടക്കം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് അവർ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരാശയമാണ് 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ. അവർ പറഞ്ഞു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ സിംഗപ്പൂരിലും മലേഷ്യയിലും എല്ലാം പോയപ്പോൾ അവിടുത്തെ ഭക്തർ ഉൾപ്പെടെ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരാവശ്യമാണ് ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ ഒരു അവസരമുണ്ടാക്കി തരിക. ആ നിലയിൽ ഇതെല്ലാം കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിനെ വലിയ നിലയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണമെല്ലാം സംഘടിപ്പിച്ച് മുമ്പോട്ട് പോയി. പക്ഷേ ഇപ്പോൾ നാളെ സംഗമത്തിലേക്ക് കടക്കുമ്പോൾ 16ഓളം രാജ്യങ്ങളിലെ പ്രതിനിധികൾ എത്തുകയാണ്. 3000 ആളുകളെ പ്രതീക്ഷിച്ചു. രജിസ്ട്രേഷൻ വളരെ നേരത്തെ ക്ലോസ് ചെയ്യേണ്ടി വന്നു. 4500-അപ്പുറം ആളുകൾ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, അവരെല്ലാം അവിടെ എത്തി ഒരു ദിവസം പമ്പയുടെ തീരത്ത് സംഗമിക്കുന്നത് ഒരു സംശയവും വേണ്ട നമ്മുടെ ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയും ശബരിമലയുടെ പ്രസക്തിയും ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ അനുസരിച്ചാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു 3 വേദികളിൽ. പ്രധാന വേദിയിൽ ഉദ്ഘാടനം, ആ ഉദ്ഘാടനത്തിന് ശേഷം അവിടെ പ്രധാന വേദിയിൽ മാസ്റ്റർ പ്ലാനിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. ആ മാസ്റ്റർ പ്ലാനെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ അതിൻ്റെ മോഡറേറ്ററായിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയകുമാറാണ്. അതിനുശേഷം ഇനി 7 മാസമോ 8 മാസമോ ഈ സർക്കാരിനുള്ളത്. 9 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെയൊരു ആഗോള അയ്യപ്പ സംഗമം കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഈ 7 മാസമോ 9 മാസമോ മുമ്പിലുള്ള എന്നുള്ള പ്രശ്നമല്ല. ഞങ്ങളുടെ മുമ്പിൽ ഇനിയും വർഷങ്ങളുണ്ട്, ഒരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കുക. ഈ സമയം തിരഞ്ഞെടുക്കപ്പെടാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇവർ മുമ്പൊരു മാസ്റ്റർ പ്ലാനെ സംബന്ധിച്ച് പറഞ്ഞു. ആ ശബരിമലയിൽ എന്ത് ചെയ്യണമെങ്കിലും ഹൈപ്പവർ കമ്മിറ്റിയുടെ, കോടതിയുടെ അനുമതി വേണം. ആ മാസ്റ്റർ പ്ലാൻ കോടതി അംഗീകരിച്ചിരുന്നില്ല. അതിനുശേഷം തിരുവനന്തപുരം സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിനെ കൊണ്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ അഭിപ്രായങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം രൂപീകരിച്ചുകൊണ്ട് തന്നെയാണ് അവർ ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ആ മാസ്റ്റർ പ്ലാൻ കൂടുതൽ സമ്പൂർണ്ണമാക്കുക, ഇത് പുതിയൊരു ബദലാണ്. ജനകീയ ആസൂത്രണം കേരളത്തിൽ നിന്നെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഭക്തർ ആസൂത്രണം ചെയ്യുകയാണ്. നിങ്ങൾ എന്തിനാ ബേജാറാവുന്നത്? ശബരിമലയുടെ വികസനം
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അയ്യപ്പ ഭക്തർ ആസൂത്രണം ചെയ്യാൻ വേണ്ടി പോവുകയാണ് നാളെ ഒരു ദിവസം. നിങ്ങൾക്ക് ഒരു സംശയവും ഇത് വേണ്ട. ഒരു ദിവസം കൊണ്ടൊക്കെ ഇത് എല്ലാം വളരെ സാധ്യമാകുമോ ജനീഷ്? systematic അതാണ് ആയിട്ട് തന്നെയാണ് ഈ സംശയം കാര്യങ്ങൾ. ഉണ്ടാവുന്നത്. ഈ 3500 പേര് ഇവിടെ വന്നിരുന്ന് ഞാൻ വരാം ഈ ചോദ്യം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. ശ്രീ ആർ വി ബാബു, ഈ ചോദ്യം ഞാൻ ഒരൊറ്റ ചോദ്യം ശ്രീ അരുൺ ജിനീഷ് കുമാറിനോട് അങ്ങ് പറയുന്ന സമയത്തെല്ലാം ഒറ്റ സെക്കൻഡ് അല്ല ജിനീഷ് കുമാർ ഒരു സെക്കൻഡ് ഞാൻ ഇടപെടുന്നില്ല. ഒരു ഘട്ടത്തിൽ ഞാൻ തടസ്സപ്പെട്ടില്ല. ആ ഘട്ടത്തിൽ ചോദ്യം ചോദിക്കാമായിരുന്നു. നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യാനല്ല, അങ്ങ് ഇതുകൂടി വിശദീകരിക്കൂ. അല്ല ഞാനിതൊന്ന് ചോദിക്കുന്നത് മറുപടി പറഞ്ഞോളൂ. ഞാൻ 12:20 അങ്ങ് ചോദിച്ചു ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 12:20 ഒന്ന് ചോദിച്ചോട്ടെ, ഞാനൊന്ന് പറഞ്ഞു കേൾക്കൂ, സമയം കളയണ്ട. 12:20 രേഖ സംബന്ധിച്ച ചർച്ച 3 വേദികളിൽ 12:20 ചർച്ച എടുക്കുന്നത് TK നായർ, അതേപോലെ ജേക്കബ് പുന്നൂസ്, പിന്നെ ഒരാളുകൂടി ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര് മറന്നു, 3 പേര്. ആ 3 പേര് വേദികളിൽ എന്തോ ജയകുമാർ ആ 3 പേര് വിഷയം അവതരിപ്പിക്കും. 1:30 ഉച്ചഭക്ഷണം എന്ന് വെച്ചാൽ 12:20 മുതൽ 1:30 വരെയാണ് വിഷയാവതരണവും ചർച്ചയും. എന്ത് ചർച്ചയാണ് അരുൺകുമാർ അവിടെ നടത്താൻ പോണേ? 20 മിനിറ്റ് 30 മിനിറ്റ് കൊണ്ട് എന്ത് ചർച്ചയാണ് നടത്താൻ പോകുന്നത്? 3500 പേര്. ഞാൻ പറഞ്ഞോട്ടെ അത് ശ്രീ ആർ വി ബാബു ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ പറയുന്നല്ല, നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ എങ്ങനെയാണ് അഭിപ്രായം എടുക്കുന്നതിന് വേണ്ടി അവർ രജിസ്ട്രേഷൻ സമയത്തു തന്നെ ഇവർക്ക് ഒരു നിശ്ചിത ഒരു ഫോം തന്നെ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങളിലും പങ്കെടുക്കുന്ന വിവിധ സെക്ഷനുകൾ സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ആശയങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്ത് നാളെ അവർ അവിടെ പൂരിപ്പിച്ച് നൽകും. അത് പൂരിപ്പിച്ച് നൽകിയതിന് ശേഷം അതെല്ലാം വിവിധ തരത്തിലേക്ക് തരംതിരിക്കുന്നതിന് വേണ്ടി വിവിധ ടീമുകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാമുള്ള കോർഡിനേഷൻ സമയത്താണ് ഈ പറയുന്ന ഇത് അവർക്കൊരു ഗൂഗിൾ ഫോം അയച്ചു കൊടുത്താൽ ലോകത്ത് ഏത് രാജ്യത്തും അവരുടെ വീട്ടിൽ അവരുടെ മുറിയിലിരുന്ന് പൂരിപ്പിച്ച് ഈ ദേവസ്വം ബോർഡിന്റെ ഡ്രൈവിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. അത് ദേവസ്വം ബോർഡിന് വളരെ കൃത്യമായിട്ട് തരം തിരിച്ച് അങ്ങനെയല്ല ഉന്നതതല ഒരു യോഗം ഈ 7 കോടി ചെലവിടാതെ തിരുവനന്തപുരത്ത് വെച്ചോ, ഇനി അത് പമ്പയിൽ തന്നെ വേണമെങ്കിൽ പമ്പയിൽ തന്നെ വെച്ചോ ഒക്കെ നടത്താവുന്നതല്ലേ ഉള്ളൂ. എന്തിനാണ് ഇത്രയും പേരെ അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് ഫോം പൂരിപ്പിച്ചു കൊടുക്കുക? അങ്ങനെയല്ല അതിൽ തന്നെ ഇതുണ്ട്. പ്രസക്തമായ സംഘടനകൾ, ഇപ്പൊ ധാരാളം സംഘടനകൾ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ഹൈന്ദവ സംഘടനകളുമുണ്ട്. കേരളത്തിന് വിവിധ പുറത്തുള്ള അയ്യപ്പ ഗ്രൂപ്പുകളെല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംഘടനകളുടെ പ്രതിനിധികൾക്ക് അവിടെ ഈ വിഷയം അവതരിപ്പിക്കാനുള്ള സമയവുമുണ്ട്. ആ സമയവും നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അക്കാര്യത്തിലൊന്നും ഒരു ബേജാറും ആവേണ്ട കാര്യമില്ല. അതെല്ലാം വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് അവിടെ ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി, ശബരിമലയുടെ പ്രസക്തി ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സുപ്രധാനമായ തീരുമാനങ്ങൾക്കാണ് നാളെ പമ്പ മണപ്പുറം വേദിയാവാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് നാളെ മനസ്സിലാവും. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ടല്ലോ. അതിനോടൊരു മറുപടി പറയാനുള്ള ഒരു അവസരം എനിക്ക് നൽകണം. എല്ലാം പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോ നമ്മുടെ ഇപ്പോൾ ഇവരെല്ലാം ശബരിമലയുടെ സ്നേഹം വല്ലാണ്ട് പറഞ്ഞു. ഇന്ന് ബഹുമാനപ്പെട്ട ശ്രീ എൻ ശ്രീകുമാർ സാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നം ഇന്ന് ഇവിടെ സൂചിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചായിരുന്നില്ല ഇന്നത്തെ അടിയന്തര പ്രമേയം. മറ്റൊരു വിഷയം, കോടതിയുടെ മുമ്പിലിരിക്കുന്ന മറ്റൊരു വിഷയത്തെ സംബന്ധിച്ചായിരുന്നു അടിയന്തര പ്രമേയം. പിന്നീട് നമ്മുടെ ശബരിമലയുടെ വനഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുമതിയുടെ കാര്യം ഞങ്ങൾ ഇത്രയും കാലം എന്തു ചെയ്തു എന്നെല്ലാം ചോദിച്ചു. ഒരു കാര്യം മനസ്സിലാക്കണം, ശബരിമലയിൽ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം, മുമ്പ് കഴുതയായിരുന്നു അവിടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ഘട്ടം ഘട്ടമായിട്ടാണ് മാറിയത്. പിന്നീട് ട്രാക്ടർ വന്നു. ആദ്യം റോഡില്ലായിരുന്നു. ആ റോഡ് അവിടെ നിർമ്മിച്ചത് പിന്നെ PK ചന്ദ്രാനന്ദൻ റോഡ്. അദ്ദേഹം
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, അദ്ദേഹം ബോർഡ് മെമ്പറായിരിക്കുന്ന ഘട്ടത്തിലാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പം തന്നെ നമ്മുടെ റോപ്പ് ഘട്ടം ഘട്ടമായി മാറ്റം, ആ റോപ്പേക്ക് വേണ്ടി ഉൾപ്പെടെ ഭൂമി, ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യത്തിന് കൂടുതൽ കേന്ദ്ര ഭൂമി അനിവാര്യമാണ്. ആ ഭൂമിക്ക് വേണ്ടി നിരവധി തവണ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്രത്തിന് മുമ്പിൽ എല്ലാ അപേക്ഷകളും നിൽക്കുകയാണ്. ശ്രീ RV ബാബു, നിങ്ങൾക്ക് ശബരിമലയോട് ഒരു ശകലമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, ശബരിമലയിലെത്തുന്ന ഭക്തരോട് ഒരു ശകലമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, അയ്യപ്പനോട് ഒരല്പമെങ്കിലും വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ പോവേണ്ടത് കേന്ദ്രത്തിൽ പോയി ആ ഭൂമി അനുവദിപ്പിക്കാനുള്ള ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്തെങ്കിൽ ശബരിമലയിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ഇപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ സീസൺ കാലത്ത് വലിയ ആളുകൾ വന്നു, വലിയ 53 ലക്ഷത്തോളം ആളുകൾ വന്നു. നമുക്ക് വലിയ ആ കാനന ക്ഷേത്രത്തിൽ വലിയ പോരായ്മകളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നല്ല ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് വലിയ പരാതികളില്ലാതെ പോയത്. പക്ഷേ ശബരിമല ഉള്ള കാലം തൊട്ട് തന്നെ ഈ പ്രയാസങ്ങളെല്ലാം നിലനിൽക്കുകയാണ്. അവിടെ തിരക്കിൻ്റെ കാര്യം ശബരിമല ഉള്ള കാലം തൊട്ടേ ആ പ്രയാസം നിലനിൽക്കുകയാണ്. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ ഒരു ചർച്ച ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നിങ്ങൾ അതിനെപ്പോലും തെറ്റിദ്ധരിപ്പിക്കും. 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയാവതരണം നടന്ന് ആളുകൾ കേട്ട് ആളുകളുടെ അഭിപ്രായം എഴുതി വാങ്ങി പിരിയും. അതല്ലേ അവിടെ നടക്കാൻ പോകുന്നത്? അതിനുവേണ്ടി ഇത്ര വലിയ 7 കോടി രൂപ മുടക്കി ജമിയാന പന്തലുകളൊക്കെ ഇട്ടൊരു പരിപാടി നടത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന ചോദ്യം. ഇത് നമുക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വിചാരിച്ചാൽ ഒരു ചെറിയ ഹോട്ടലിൽ ഒരു വലിയ മുറിയിൽ വെച്ച് നടത്താൻ പറ്റുന്നതല്ലേ? അല്ല, പമ്പ ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ശബരിമലയുടെ പ്രസക്തി ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുക. നമ്മളെല്ലാം മനസ്സിലാക്കണം. ശബരിമലയുടെ ഞാൻ ചോദിച്ചോട്ടെ, ശബരിമല ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണം. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ശബരിമലയൊക്കെ ഇതിനകം തന്നെ അയ്യപ്പനെ ഒന്നും ഇനി പ്രത്യേകിച്ച് അയ്യപ്പന് സർക്കാരിന്റെ പരസ്യമൊന്നും ആവശ്യമില്ല. അയ്യപ്പൻ ലോകമെമ്പാടുമുള്ള ഹിന്ദുമത വിശ്വാസികളുടെയും അയ്യപ്പ ഭക്തരുടെയും ഒക്കെ ഉള്ളിൽ ബ്രാൻഡായി കഴിഞ്ഞു. അതുകൊണ്ട് അയ്യപ്പനെ അല്ലെങ്കിൽ ശബരിമലയെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയാണെന്ന് എന്തുകൊണ്ട് ശബരിമല ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ഇവർ പ്രഖ്യാപിക്കുന്നില്ല? അല്ല, മറുപടി പറയേണ്ടത് കേന്ദ്ര ശബരിമലയോട് എന്തെങ്കിലും ഞാൻ രാഷ്ട്രീയ ചോദ്യമല്ല. കോൺഗ്രസും BJP മാറി ഇന്ത്യ ഭരിച്ചല്ലോ. ഞങ്ങൾ ഈ കൊടുക്കുന്ന ശബരിമലയ്ക്ക് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു പ്രാധാന്യം നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, ശ്രീ RV ബാബു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പോൾ വർഷം കുറേ ആയല്ലോ, ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ പോകുന്നു? നിങ്ങൾക്കൊരു ശകല സ്നേഹമുണ്ടെങ്കിൽ ഒരു ദിവസം അദ്ദേഹത്തെ ശബരിമലയെ കൊണ്ടുവരാത്ത എന്താ? നിങ്ങളുടെ സ്നേഹം, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശബരിമലയിൽ കാലുകുത്തിയാൽ ആ ശബരിമല ക്ഷേത്രത്തിന്റെ ഖ്യാതി ലോകമെമ്പാടും പടരുമെന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്ക് CPM കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണേ. അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചേ. അങ്ങനെയല്ല, എത്ര സ്ഥലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ, അദ്ദേഹം എത്ര ക്ഷേത്രങ്ങളിൽ പോകുന്നു? ആ ക്ഷേത്രങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുകയല്ലേ? സംശയം എന്താ? അദ്ദേഹം എന്തുകൊണ്ട് ശബരിമലയിൽ വരുന്നില്ല? അദ്ദേഹം പ്രധാനമന്ത്രിയായ എന്തോ മനസ്സിലായില്ല. അയോധ്യയിൽ അങ്ങനെ പ്രധാനമന്ത്രി പോയപ്പോഴാണല്ലോ അങ്ങനെ ഒരു നിലപാട് നിങ്ങൾ എടുത്തത്, പ്രധാനമന്ത്രി എന്ന നിലയിൽ അവിടെ പോകരുത് എന്ന്. അല്ല, അയോധ്യയിൽ പോയതുപോലെയാണോ ശബരിമല ക്ഷേത്രത്തിൽ? അദ്ദേഹം എത്രയോ ക്ഷേത്രങ്ങളിൽ പോകുന്നു. അദ്ദേഹം എന്തുകൊണ്ട് ശബരിമലയിൽ വരുന്നില്ല എന്നതാണ് ഞാൻ ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. മറുപടി നമുക്ക് RV ബാബു നൽകുന്നത്. അങ്ങയുടെ സമയം ഏകദേശം അവസാനിച്ചു. ഞാൻ 2ാം റൗണ്ടിൽ വരും അങ്ങയോട്. Debate with Dr. Arun Kumar.